ഐ ഹോൾ വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാഷ് ഡിസൈൻ ഷെയ്ൻ. ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ടുള്ള ടോപ്പ് ആൻഡ് പലാസ പാൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 9-10 ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഷർമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം 4 ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി അയൺ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇപ്പോൾ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് 30 ഈ ടോപ്പിൻ്റെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ സീം അലവൻസോട് കൂടിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ കൂടിയിട്ടാണ് 30 ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷോൾഡർ വിഡ്ത്ത് 5.5 എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 10 ഏജ് 9 ഏജ് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഷർമെൻറ്റാണ്. ഇപ്പോൾ 4th 5th പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മെലിഞ്ഞിട്ടുള്ള കുട്ടിക്കുള്ള മെഷർമെൻറ്റാണ്. അപ്പോൾ അത്യാവശ്യം തടിയൊക്കെ ഉണ്ടെങ്കിൽ മെഷർമെൻറ്റിൽ മാറ്റം വരും. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അത് എല്ലാ മെഷർമെൻറ്റിലുള്ളവർക്കും 1/2 ഇഞ്ച് തന്നെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പേസ് കൊടുക്കുന്നത്. പിന്നെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് ആൻഡ് ഫ്രണ്ട് സൈഡിൽ 2 ഇഞ്ചാണ് വിഡ്ത്തും ലെങ്ത്തും കൊടുക്കുന്നത്. സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പ് ആൻഡ് പലാസോ പാൻറ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇപ്പോൾ ഇവിടെ 5.5 വിഡ്ത്ത് മാർക്ക് ചെയ്ത അവിടെ നിന്നും ആ ഒരു പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് 5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 5 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ അവിടെ വിഡ്ത്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റ് വിഡ്ത്താണ് 7 ഇഞ്ച് കൊടുക്കുന്നത്. ഈ ഒരു പോയിൻ്റൊക്കെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ആം ഹോൾ കർവ് വരച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത ഒരു 5 ഇഞ്ചും പിന്നീട് മാർക്ക് ചെയ്ത 7 ഇഞ്ച് പോയിൻറ്റിലേക്ക് ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുള്ള വീഡിയോ ആം ഹോൾ കർവിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായി ഷോൾഡർ ജോയിൻ പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴോട്ടേക്ക് ഒരു 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ വിഡ്ത്ത് 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ചെസ്റ്റ് വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അവിടെ നിന്നും 6.5 ഡ്രോ ചെയ്ത് കൊടുക്കാം. അടുത്തതായി സീം അലവൻസ് കൊടുക്കാം. അപ്പോൾ 1.5 സീം അലവൻസ് കൊടുക്കുന്നത്. പിന്നെ അടുത്തതായി 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴെ ഭാഗം കോർണറിലേക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ പാർട്ടിലെ വിഡ്ത്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ താഴെ 12 ഇഞ്ചാണ് വിഡ്ത്തുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വിഡ്ത്ത് എടുക്കാം. 13 ഇഞ്ചോ 14 ഇഞ്ചോ ഒക്കെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് താഴെ വിഡ്ത്ത് കൂടും. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ 12 ഇഞ്ചിലേക്ക് കോർണറിലേക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. അടുത്തതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുമ്പോൾ സീം അലവൻസ് കൊടുത്ത ആ ഒരു മാർക്കിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മീത്തെ ഭാഗം 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അതിനുശേഷമാണ് നെക്കിൻ്റെ ലെങ്ത്ത് ഒക്കെ എടുക്കേണ്ടത്. പിന്നെ ഷോൾഡർ വിഡ്ത്ത് 5.5 എടുത്തത്. താഴോട്ടേക്ക് 5 ഇഞ്ച് എടുത്തു. ചെസ്റ്റ് വിഡ്ത്ത് ഇവിടത്തേക്ക് 7 ഇഞ്ചാണ് എടുത്തത്. പിന്നെ 1.5 സീം അലവൻസ് കൊടുത്തു. പിന്നെ ഒരു കർവ് ഷേപ്പ് ആം ഹോൾ കർവ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൽ നിന്നും ഏകദേശം ഒരു 12 ഇഞ്ച് അവിടെ നിന്നുമാണ് 12 ഇഞ്ചിൽ വിഡ്ത്ത് കൊടുത്തത് 6.5 ആണ്. പിന്നെ ആ ഒരു 12
12 ഇഞ്ചിൽ നിന്നും ഏറ്റവും താഴെ കോർണർ പാർട്ടിലേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ എല്ലാത്തും 1.5 ആണ് സീം അലവൻസ് കൊടുത്തത്. 12 ഇഞ്ചിന് ശേഷം 1 ഇഞ്ചാണ് സീം അലവൻസ് താഴോട്ടേക്ക് കൊടുത്തത്. അപ്പോൾ സെയിം ആയിട്ട് നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ഫാബ്രിക് വേണമെങ്കിലും കട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടി ആദ്യം ഫാബ്രിക് 4 ആയി ഫോൾഡ് ചെയ്യുക, 2 സ്ലീവിന് വേണ്ടി. നമുക്ക് ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇതിൽ എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആം ഹോൾ ലെങ്ത്ത് 7 ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സ്ട്രാ 1.5 മാർക്ക് ചെയ്ത് കൊടുക്കാം, അത് സീം അലവൻസ് ആണ്. ഇനി ഇവിടെ നിന്ന് 1.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൈനിൻ്റെ മിത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൈനിങ് ഫാബ്രിക് 4 ആയി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ഫാബ്രിക് ഇതിൻ്റെ മീതെ വെച്ച് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ അത്രയും തന്നെ ലെങ്ത്ത് കൊടുത്തിട്ടില്ല. ലെങ്ത്ത് 2 ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ്ങിന്. അപ്പോൾ ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ബാക്ക് പാർട്ടിൽ ഞാനിവിടെ സെൻട്രലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്, ഓപ്പൺ പാർട്ടിന് വേണ്ടിയാണ് കട്ട് ചെയ്തത്. അപ്പോൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും രണ്ടും ഒരേ ലെങ്ത്തിൽ സെൻട്രലായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ നെക്ക് സൈഡ് എഡ്ജ് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ
ആ ഒരു കട്ട് ചെയ്ത സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത അവിടെയും എഡ്ജ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ടാണ് ഇത്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ നെക്ക് പാർട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ മീതെ ലൈനിങ് ഫാബ്രിക് വെച്ചതിന് ശേഷം നെക്ക് ഭാഗം ഒരു സെൻട്രൽ എഡ്ജ് ഭാഗം, സെൻട്രലല്ല എഡ്ജ് ഭാഗം നെക്കിൻ്റെ മുഴുവനായിട്ടും എഡ്ജ് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റിച്ചിങ് ലൈനിലേക്ക് കൊള്ളാതെ ഇതുപോലെ ഇടവിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ടേൺ ചെയ്യാം. ഇതുപോലെ ടേൺ ചെയ്ത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു കോർണർ പാർട്ടൊക്കെ നല്ലപോലെ ടേൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ സൈഡ് പാർട്ടും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എഡ്ജ് പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നെക്ക് ഇത് ഫ്രണ്ട് പാർട്ടിലേതാണ്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിലേത് ബാക്ക് പാർട്ടിൽ ചെയ്ത പോലെ നെക്ക് എഡ്ജ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് നെക്ക് കൊടുത്തത്. ഇനി സ്റ്റിച്ചിലേക്ക് കൊള്ളാതെ നേരത്തെ ചെയ്തതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടേൺ ചെയ്തെടുക്കാം. ഇതുപോലെ ടേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നേരത്തെ ബാക്ക് പാർട്ടിൽ ചെയ്ത അതേ പ്രോസസ്സാണ്. എഡ്ജ് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ആൻഡ് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം തമ്മിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഷോൾഡർ ഭാഗം 1/2 ഇഞ്ചിൽ എത്രയാണ് തലത്തുമ്പ് കൊടുത്തത് 1/2 ഇഞ്ചാണ് ഇവിടെ കൊടുത്തത്. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ മാറ്റി വെച്ച സ്ലീവ് അതിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ എൻഡ് പാർട്ടിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ പാർട്ടിൽ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം മെയിൻ ഫാബ്രിക്, അപ്പോൾ അതൊരു സ്ലീവാണ് ചെയ്തിട്ടുള്ളത്, ഇത് അടുത്ത സ്ലീവാണ്. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഉള്ളിലായിട്ടാണ് ലൈനിങ് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എഡ്ജ് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്ലീവ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് ഫാബ്രിക്, അതായത് ലൈനിങ് ഫാബ്രിക്കൊക്കെ അറ്റാച്ച് ചെയ്തു സ്ലീവിലേക്ക്. ഇനി ഇത് നമുക്ക് ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടി രണ്ടിൻ്റെയും സ്ലീവിൻ്റെയും ടോപ്പിൻ്റെയും നല്ല വശം തമ്മിലാണ്
ഇതുപോലെ എഡ്ജ് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോഡി തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എൽബോ ടോപ്പിലുള്ള ഒരു ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ഹുക്ക് വെച്ച് കൊടുക്കാനാണുള്ളത് ബാക്കിലേക്ക്. അപ്പോൾ നന്നായി അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം ഒരു പലാസോ പാൻറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.